ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ. അതോ ഗൈസ്, നമ്മളങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ആറങ്ങോട്ടുകര രാമൻകുളങ്ങര പൂരത്തിനാണ് കേട്ടോ. നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് അതിൻ്റെ ജലദോഷത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. സോ എന്തായാലും ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ ആറങ്ങോട്ടുകര ആ ഒരു ഭാഗത്ത് രാമൻകുളങ്ങര പൂരമാണ് കണ്ട് അത്യാവശ്യം നല്ല ആനകളൊക്കെ വരുന്നുണ്ട് കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോകണോ വേണ്ടോ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഉച്ച സമയത്താണ്, വെയിലൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. ഒറ്റക്കാണ് ഇന്നത്തെ പരിപാടിക്ക് പോകുന്നത്. ഒറ്റക്കല്ല, ഞാനും നിങ്ങളും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരാണ് പോയി നോക്കി നോക്കാം. വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, സപ്പോർട്ട് ചെയ്തേക്കാം. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, നേരെ പോട്ടെ, ഇന്ന് സമയമില്ല. അവിടെ നേരത്തെ ആനകൾ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കൂടുതൽ സമയം വഹിക്കാതെ നേരെ പോയി നോക്കി നോക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തിക്കട്ടെ. അവിടെ 1, 2, 3, 4, 5, 6 ആനകളും അവിടെ ഉണ്ട് കേട്ടോ. എത്ര ഉണ്ട് അവിടെ നോക്കിയിട്ട് പറയാം. നമ്മളിത് ഇവിടെ എത്തി. അവിടുന്ന് ഏകദേശം 24 കിലോമീറ്റർ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. 24 അല്ല, 26 കിലോമീറ്റർ ആയിട്ട്. നമ്മളിവിടെ ലൊക്കേഷൻ വരുന്നത് ആറങ്ങോട്ടുകരയിൽ നിന്ന് 4 കിലോമീറ്റർ. ഇവിടെ എന്താ ഇതിന് ഈ സ്ഥലത്തിന് എന്തൊരു പേര് വരിക നോക്കി പോട്ടെ കേട്ടോ. ആറങ്ങോട്ടുകരയിൽ നിന്ന് 4 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കി പോരാം കേട്ടോ. അവിടെ ഒരുപാട് ആനകൾ വരുന്നുണ്ട്. ഇവിടെ 20 or 25 ആനകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് മൊത്തം എത്ര ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെ ആനകൾ വന്നിക്കാൻ നോക്കി പോട്ടെ കേട്ടോ. ആനകളൊക്കെ നോക്കി ഇതിൻ്റെ ബാക്കിൽ വെക്കുമ്പോൾ ചെറുതായിട്ട് പേടിയുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ബാക്കിലേക്ക് തിരിയുമോ എന്നുള്ള പേടി. ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് ചെന്നോട്ടെ, മുന്നിൽ ചെന്നോട്ടെ കേട്ടോ. ഇത് 1, 2, 3, 4, 5 എണ്ണം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ ഉണ്ട് തോന്നുന്നു. അത് പോയോട്ടെ. ഇവിടെ 3 എണ്ണം. ചന്ദ്രശേഖരൻ. ഈ ആനൻ്റെ ഒക്കെ ബാക്കിൽ പോവാട്ടെ. അത് ഏതൊക്കെ ആനകളെന്ന് അറിയില്ല, പേരൊക്കെ എനിക്ക് പേരറിയില്ല. ചില ആനകളല്ലാതെ. അപ്പോൾ എന്തായാലും ഈ ആനകളൊക്കെ കണ്ടു പോകേണ്ടത് അല്ലാതെ വേറെ എവിടെ നിന്ന് വരുന്നുണ്ട് തോന്നുന്നു. കാരണം 20-25 പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇത്ര 6 ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ അങ്ങോട്ട് പോകുന്നതാണ്. അതിൻ്റെ പിന്നാലെ പോയില്ല. ഇവിടെ വെറുതെ തിരിഞ്ഞാണെന്ന് അങ്ങോട്ട് കൊണ്ട് നടക്കിയിരുന്നുണ്ട്. അവിടുന്ന് വേറെ ഏതായിട്ട് ടീം വരുന്നുണ്ട് ആ ഒരു ഭാഗത്തുനിന്ന്. നമ്മൾ വണ്ടി ആ ഒരു സൈഡിലായിട്ട് ഞാൻ നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് കൊണ്ട്. അവിടെ ഒരു അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് അവിടുന്ന് ഏതായിട്ട് വരുന്നുണ്ട് തോന്നുന്നു ടീം. അത് കണ്ടതിന് ശേഷം നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഇനി കുറേ നടക്കാണ്ടോന്നും അറിയില്ല. അവിടേക്ക് വെച്ചാൽ വണ്ടിയും കയറുന്നില്ല. വണ്ടി കയറ്റിയാൽ തന്നെ പിന്നെ കൊണ്ടുവരണമെങ്കിൽ നല്ല പണിയായിരിക്കും. ഇതാ ഇവിടെ ആനകൾ വന്ന വണ്ടികൾ തിരക്കിറക്കുന്നു, ലോറികൾ. 1, 2 ബാക്കിൽ 2 ഉണ്ട്. അവിടെ തോന്നി കുറ്റിത്താനം വിഷ്ണുനാരായണൻ്റെ വണ്ടി കേട്ടോ. ഓക്കെ, അവിടുന്ന് പോന്നിട്ട് ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലത്തേക്ക് വന്നിട്ട് അതപ്പോൾ ആനകളൊക്കെ ആ ഒരു ഏരിയയിൽ കൂടെ അങ്ങനെ കയറി പോകുന്നുണ്ട്. ഇവിടെ മറ്റേ സംഭവം, ഇതിന് പേരെന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അത് ആനകൾ പോകണമൊക്കെ 1, 2, 3 പിന്നെ ബാക്കിൽ 4, 5 അവിടെ നമ്മൾ കണ്ടില്ല. ആ ഒരു ആനകളുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഇനി ആനകളുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ നടന്നു പോകാം കേട്ടോ. അവിടെ ഇങ്ങനെ ആയിട്ടാണ് ഈ അമ്പലം ഭാഗത്ത് ആ ഒരു ഭാഗം അവിടെയാണ്. നമ്മൾ വണ്ടി നിർത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ. ഇവിടെ ഗാനമേളയുടെ എന്തൊരു പരിപാടി ഉണ്ട്. ഇന്ന് രാത്രിയെ തോന്നുന്നു. അവിടെ എല്ലാ ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ നടന്നു പോകട്ടെ. അപ്പം നമ്മളും ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെ പരിപാടിയാണ് പോയോക്കട്ടെ. ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേന് ആനയൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു വരും. അതാണ് ഞാൻ വണ്ടി കൊണ്ടുവരുന്നത്. അവിടുന്ന് അത്യാവശ്യം കുറച്ച് ഇങ്ങോട്ട് നടക്കാണ്ട്. ഇത് കണ്ടു നിങ്ങൾ എന്താ അവിടുന്ന് ഇവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മുമ്പ് എന്നിട്ട് വന്ന പോലെ തോന്നിയിട്ട് ഈ സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് തോന്നിയത്. നമ്മൾ കണ്ട് വന്നിട്ടൊന്നുമില്ല. നമ്മളിവിടെ ഈ ഒരു പൂരത്തിന് ഫസ്റ്റ് ടൈം വരുന്നതാണ്.
എന്താ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആനകളുണ്ടല്ലോ, അതാണ് ഇവിടെ ഈ ഒരു 5 അറിഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ അതെ അവിടുന്ന് വരുന്നുണ്ട് ഒരുപാട് ആനകൾ, 1 2 3 4 5 അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ആനകളാണ്. അപ്പോൾ ഇത് രണ്ടും പാടെ കൂടിയിട്ട് ആ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും. ചെന്ന് നോക്കിയോട്ടെ. ഓക്കെ, കുളത്തിൽ മീനൊക്കെ, ചെറിയ ചെറിയ മീനുകൾ വിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഈ ആനയുടെ അവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ നോക്കി, അപ്പോൾ ഇവിടെ കുളമായി പോയി. ഇനി നമ്മൾ ഈ വന്ന റോട്ടിന് തന്നെ ഇങ്ങനെ നേരെ പോകണം. നേരെ പോയിട്ട് കറങ്ങി ചെന്നിട്ട് നേരെ അവിടേക്കല്ല. എന്താ എനിക്ക് തോന്നുന്നു ആ 2 ആനകളും പാടെ വന്നിട്ട് ഇവിടെ നിരക്കും തോന്നും, അല്ലെങ്കിൽ അവിടെ ഏതൊരു സ്ഥലം തോന്നും. അമ്മ അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾ നോക്കിയ സ്ഥലം നോക്കിയാൽ നടുവിലൊരു കുളം, സൈഡിൽ ഇങ്ങനെ നല്ല കാറ്റുമുണ്ട്. നോക്കിയേ, അങ്ങോട്ടൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങോട്ടേ ചെന്നോട്ടെ കേട്ടോ. ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നേരാണ് ചെന്നോട്ടെ. അമ്മ അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾ നോക്കിയ സ്ഥലം നോക്കിയാൽ നടുവിലൊരു കുളം, സൈഡിൽ ഇങ്ങനെ നല്ല കാറ്റുമുണ്ട്. നോക്കിയേ, അങ്ങോട്ടൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങോട്ടേ ചെന്നോട്ടെ കേട്ടോ. ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നേരാണ് ചെന്നോട്ടെ. ഗൈസ് അങ്ങനെ അവിടുന്ന് കറങ്ങിയിട്ട് ഇതാ ഇവിടെ എത്തിട്ടോ. ഇതേ നമുക്ക് ഇങ്ങനെ കയറാം. അത് അവിടെയാണ് ആ ആനകളൊക്കെ നിൽക്കുന്നത്. ആൾക്കാർ കുറവാട്ടോ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കും കുറവാണ്. അവിടെ നല്ല ബ്ലോക്ക് കണ്ടപ്പോൾ നമുക്ക് വണ്ടിയിട്ട് ഇങ്ങോട്ട് സുഖമായിട്ട് കയറി വരായിരുന്നു. ഞാൻ ബ്ലോക്ക് കണ്ടപ്പം ഇവിടെ ബ്ലോക്ക് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് കയറി. ഇവിടുന്ന് വേറെ ആന വരുന്നുണ്ട്. അവിടെ ഭയങ്കര സൗണ്ട് കാരണം പറഞ്ഞ കേൾക്കില്ല. അവിടുന്ന് വേറെ 1 2 3 ആനകൾ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഇവിടെ 1 2 3 4 ആനകളും അതുപോലെ തന്നെ ഇവിടെ 5 ആനകളും. ഓക്കെ, അപ്പോൾ 9 10 11 12 ആനകളായിട്ട്. അപ്പോൾ ഇനി ബാക്കി എത്ര ആനകൾ വരുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ടോട്ടൽ 12 ആനകളായി. ഇവിടെ മൊത്തം 20 25 ആനകളായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. സോ എന്തായാലും 20 തോന്നുന്നു, എനിക്കറിയില്ല, നോക്കി നോക്കട്ടോ. അവിടുന്ന് ഒരു 3 ആനകൾ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് സെയിൽ കടകളാണ് കേട്ടോ. ഇവിടുന്ന് ആ ഒരു നമ്മൾ കയറിയ ഒരു ഭാഗത്ത് മുതലേ ഉണ്ട്. പൊരി, അതുപോലെ തന്നെ കച്ചവടക്കാരൻ, പിന്നെ ടോയ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. നമ്മളവിടെ ഫസ്റ്റ് കണ്ടുകൊടുത്ത് പാമ്പാടി രാജ ഉണ്ടോ സെൻറ്ററിലുണ്ടായിരുന്നു. ഞാനവിടെ ഭയങ്കര സൗണ്ടായ കാരണം ഞാൻ പിന്നെ പറഞ്ഞില്ല. എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, അതാണ് പറഞ്ഞു. ഇത് ഇവിടെ
ഗൈസ് അങ്ങനെ നമ്മളിതാ ഇവിടെ നിൽക്കട്ടെ. അവിടെ നിന്നൊക്കെ ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് അവിടെയൊക്കെ പോയി അങ്ങനെ പോന്നു. ഇനി എന്തായാലും ഇനി വലിയ പരിപാടി ഇല്ല, ഈ ആനകളുടെ പരിപാടി തന്നെ ഉള്ളൂ. പിന്നെ എന്ത് പരിപാടി ഇല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ കൂടിയുണ്ട്, നമ്മളപ്പത്തി ഇറങ്ങാൻ പോകട്ടോ.